മലയാള സിനിമാ ഇൻഡസ്ട്രി വളർച്ചയുടെ പടവുകൾ ഓടിക്കയറിയ വർഷമായിരുന്നു 2025. മാർക്കറ്റ് വലിയ തോതിൽ വികസിക്കുന്നതിനൊപ്പം അതിന് തക്ക ഉള്ളടക്കങ്ങളും നൽകുന്നു എന്നതാണ് മോളിവുഡിനെ മറ്റ് സിനിമാ വ്യവസായങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. മറുഭാഷ പ്രേക്ഷകർക്കും കണക്ട് ചെയ്യാനാകുന്ന ലോക പോലെയുള്ള ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സാധ്യതയുടെ പുതിയ ലോകമാണ് തുറന്നു നൽകിയത്. കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ മറുഭാഷ പ്രേക്ഷകർ ഇപ്പോൾ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ പോയി കാണുന്നുണ്ട്. ഒപ്പം ഒരു കാലത്ത് വിദേശ മാർക്കറ്റ് എന്നത് ഗൾഫ് മാത്രമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മലയാളികൾ ഉള്ളിടത്തെല്ലാം മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്ന അവസ്ഥയിലെത്തി. 2026 മലയാള സിനിമയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു വർഷമാണ്. വലിയ വിജയസാധ്യതകളുള്ള വേറിട്ട ഉള്ളടക്കങ്ങളുള്ള ഒരു നിര ചിത്രങ്ങൾ അടുത്ത വർഷം പ്രേക്ഷകരെ തേടിയെത്തും. അതിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്കൊന്ന് നോക്കാം. ദൃശ്യം 3 ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന മലയാളത്തിലെ റിലീസ്. ഡയറക്റ്റ് OTT റിലീസായി എത്തിയ രണ്ടാം ഭാഗത്തിന് തരാൻ കഴിയാതെ പോയ വൻ ബോക്സ് ഓഫീസ് വിജയം ലക്ഷ്യം വെക്കുന്ന ചിത്രം. പോസിറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ വലിയ കളക്ഷൻ നേടുമെന്ന കാര്യം ഉറപ്പാണ്. പാട്രിയറ്റ് വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഹൈപ്പ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഗ്രേസ് ആന്റണി, ദർശന അങ്ങനെ വലിയൊരു താരനിര ഒന്നിക്കുന്നുണ്ട്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം അടുത്ത വർഷം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം. ഉണ്ടയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും ഒന്നിക്കുന്ന മറ്റൊരു ചിത്രം. മാർക്കോയുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ആക്ടർ ഡയറക്ടർ കോംബോയ്ക്കൊപ്പം മികച്ച നിർമ്മാതാവും എത്തുമ്പോൾ പ്രതീക്ഷ ഉയരുന്നത് സ്വാഭാവികം. മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രം. തുടരും ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. ആഷിഖ് ഉസ്മാന്റെ നിർമ്മാണത്തിൽ നവാഗതനായ ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ചിത്രം നടക്കാതെ പോയി. പിന്നാലെയാണ് പുതിയ അനൗൺസ്മെന്റ് വരുന്നത്. ഐ ആം ഗെയിം ഒരിടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ്. RDX സംവിധായകൻ നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ചിത്രം ഒരുപക്ഷെ മറുഭാഷാ പ്രേക്ഷകരുടെ പ്രീതിയിലേക്കും എത്തിയേക്കാം. വലിയൊരു ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ബദ്ലഹേം കുടുംബ യൂണിറ്റ്. സർവം മായയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ നിവിൻ പോളിയുടെ ഏറെ കൗതുകമുണർത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളുമൊക്കെ ഒരുക്കിയ ഗിരീഷ് AD ആണ് സംവിധാനം. നിർമ്മാണം ഭാവന സ്റ്റുഡിയോസും. ഖലീഫ വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രം. മഞ്ഞലോകത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ കച്ചവടത്തിന്റെയും അധോലോകത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ചിത്രം. രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ ആയിരിക്കും നായകനെന്നും വാർത്തകളുണ്ട്. ഖലീഫയിൽ അദ്ദേഹം അതിഥി വേഷത്തിലും എത്തിയേക്കും. അതിരടി. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. ഒരു മാസ് കളർഫുൾ ക്യാമ്പസ് എന്റർടൈനർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അതിരടിയുടെ പോസ്റ്ററും ടീസറുമെല്ലാം വൻ ട്രെൻഡിംഗ് ആണ്. ബാലൻ. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രം. വിജയുടെ അവസാന ചിത്രം ജനനായകൻ ഉൾപ്പെടെ നിർമ്മിക്കുന്ന കന്നഡയിലെ പ്രശസ്ത ബാനറായ KVN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കത്തനാർ മലയാളത്തിലെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം. വർഷങ്ങളായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ കടമറ്റത്ത് കത്തനാരായി എത്തുന്നത് ജയസൂര്യയാണ്. നീലിയായി അനുഷ്ക ഷെട്ടിയാണ് എത്തുക. സംവിധാനം റോജിൻ തോമസ് ആണ്. ആട് 3 പ്രേക്ഷകർക്കിടയിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ജയസൂര്യ കഥാപാത്രം ഷാജി പാപ്പനും പിള്ളേരും ഇടവേളയ്ക്ക് ശേഷം 2026 വീണ്ടും എത്തും. ഇതുവരെ ഇറങ്ങിയ 2 പാർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു ജോണറിലായിരിക്കും ചിത്രം എത്തുകയെന്നാണ് സൂചനകൾ. പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ്, കയാദു ലോഹർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം. കേരളത്തിൽ 1950-60 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. ടിക്കി ടാക്ക. ആസിഫ് അലിയുടെ ആക്ഷൻ അവതാരം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രം. കള ഉൾപ്പെടെ ഒരുക്കിയ രോഹിത് VS ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾക്കൊക്കെ വൻ പ്രേക്ഷക പ്രീതിയായിരുന്നു ലഭിച്ചത്. വല. ഗഗനചാരിക്ക് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ചിത്രം. ജഗതി ശ്രീകുമാർ ഒരു മുഴുനീള കഥാപാത്രമായി എത്തുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം വലിയ ഹൈപ്പാകും ചിത്രത്തിന് എന്നാണ് പ്രതീക്ഷ തരുന്നത്. കാട്ടാളൻ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. ആന്റണി വർഗീസ്, കബീർ ദുഹാൻ സിംഗ്, സുനിൽ, ജഗദീഷ്, സിദ്ദിഖ്, ദുഷാര എന്നിവരാണ് മറ്റു താരങ്ങൾ.